ഞാൻ ബി ജെ പി വിടുന്ന സമയത്ത് എൻ്റെ പ്രസ്താവനയിൽ വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും ഒരു എക്കോസിസ്റ്റത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. ആ എക്കോസിസ്റ്റത്തിനകത്തുനിന്ന് ഉൽപ്പാദിപ്പിക്കുന്നത് എപ്പോഴും വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും രാഷ്ട്രീയം മാത്രമായിരിക്കും. അത് പുറത്തേക്ക് വമിപ്പിക്കുന്നതും വെറുപ്പും വിദ്വേഷവുമായിരിക്കും. ആന്തരികമായിട്ട് പരസ്പരവും വെറുപ്പും വിദ്വേഷവുമായിരിക്കും. പി സി ജോർജ് അകത്തേക്ക് വന്ന സമയത്ത് നിലവിൽ വിഷം ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറിയാണ്. അവിടെ ഉൽപ്പാദിപ്പിച്ചിരുന്നത് എന്താ പറയുക, നമ്മുടെ കീടനാശിനി ടൈപ്പ് വിഷമായിരുന്നെങ്കിൽ പി സി ജോർജ് കൂടി വന്നതോടുകൂടി സൈനൈഡ് കൂടി ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. അതാണിപ്പോൾ അവിടെ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ ആ വിഷം കൂടുതൽ കരുത്താർജിച്ചിരിക്കുകയാണ് അതിനകത്ത്. പക്ഷേ എനിക്ക് മനസ്സിലാകാത്തത് ഇപ്പോൾ മണിക്കൂർ എത്രയായി അല്ലേ? മണിക്കൂറുകൾ എത്ര പിന്നിട്ടു, എത്ര ദിവസം കഴിഞ്ഞു? കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് എന്താ ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് ശക്തമായിട്ടുള്ള നടപടിയെടുക്കാൻ ഈ ദിവസം വരെ സാധിക്കാതെ പോയത്? ഇവിടെ മറ്റൊരു കേസിൽ തീർച്ചയായിട്ടും നടപടിയെടുക്കേണ്ട കേസാണ്. സ്ത്രീത്വത്തെ അവഹേളിക്കുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നടപടിയെടുക്കേണ്ട കാര്യം. പക്ഷേ ആ വേഗത, മുഖ്യമന്ത്രിയുടെ ചടുലമായിട്ടുള്ള ആ വേഗത എന്തുകൊണ്ടാണ് പി സി ജോർജിൻ്റെ കാര്യത്തിൽ കാണാതിരുന്നത് എന്നതിന് ന്യായമായിട്ടുള്ള ചോദ്യമല്ലേ? സമൂഹത്തിന് വിവിധ ഭാഗങ്ങൾ ഉയർന്നു വരികയാണ്. ഒരാൾ ഒരു തവണ ഒരു തെറ്റ് ചെയ്താൽ നമുക്കത് തെറ്റായിട്ട് കണക്കാക്കാം, അല്ലെങ്കിൽ ക്ഷമിക്കാൻ സാധിക്കും. ഇത് തുടർച്ചയായിട്ട് ഒരേ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളെ സംരക്ഷിക്കുന്ന നിലപാട് കേരളത്തിലെ സർക്കാർ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രയാസകരമായിട്ടുള്ള കാര്യം. കുറച്ചു കാലമാണെങ്കിലും നമ്മളൊരു പ്രവാസിയായിരുന്നു. ആ സമയത്ത് താങ്കൾ അനുഭവിച്ചിട്ടുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അവിടെ നിന്നുണ്ടായ അനുഭവങ്ങളൊക്കെ ബി ജെ പി രാഷ്ട്രീയത്തിലുള്ളപ്പോൾ തന്നെ അത് പങ്കുവച്ചു. പക്ഷെ അത് ഇപ്പോഴാണ് ഒരുപാട് ചർച്ച ചെയ്യുന്നത്. കാരണം താങ്കളുടെ ഉദാഹരണമായിട്ട് സാമ്പത്തിക പരിഷ്കരണം എന്നൊക്കെ. അപ്പോൾ അന്ന് എന്തുകൊണ്ട് അന്ന് മനഃപൂർവ്വം അത് പുറത്തേക്ക് വരാതിരിക്കാൻ അങ്ങ് തന്നെ ആഗ്രഹിച്ചത്? കാരണം ഇവിടെ ഞാൻ പുറത്തേക്ക് വരാതിരിക്കാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ ഞാനത് സാമൂഹ്യ മാധ്യമങ്ങളിൽ പരസ്യമായിട്ട് എഴുതിയിട്ടുള്ള കാര്യമല്ലേ. ഞാൻ ബി ജെ പിയുടെ ഭാഗമായി നിൽക്കുമ്പോഴും സൗദിയിൽ പ്രവാസിയായിരിക്കുന്ന കാലത്ത്, ഒരു പട്ടിണിക്കാലത്ത്, പെരുന്നാൾ സമയം കൂടി, ഈ നമ്മുടെ നോമ്പിൻ്റെ സമയം കൂടിയായിരുന്ന സമയത്ത് പള്ളിയിൽ നിന്ന് ഭക്ഷണം കൊണ്ടുവന്ന് എൻ്റെ വിശപ്പടക്കിയിരുന്ന എൻ്റെ സുഹൃത്തിനെ കുറിച്ച് ഞാൻ എഴുതിയിരുന്നു. അത് ഞാൻ പരസ്യമായി എൻ്റെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ജനങ്ങൾ വായിക്കാൻ തക്കവണ്ണം പങ്കുവയ്ക്കുകയും അത് ആ കാലത്ത് വളരെ വ്യാപകമായി വായിക്കപ്പെടുകയും ചെയ്തിട്ടുള്ളതാണ്. മാധ്യമങ്ങളും അത് വാർത്തയാക്കിയിരുന്നു ആ കാലത്ത് തന്നെ. മറ്റൊന്ന്, ഹലാൽ വിഷയവുമായി ബന്ധപ്പെട്ട് തീർത്തും നിരുത്തരവാദപരമായി എന്നാൽ കരുതി കൂട്ടിക്കൊണ്ട് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് നടത്തിയ അങ്ങേയറ്റം വിഷലിപ്തമായ ഒരു വർഗീയ പ്രചരണത്തെ ബി ജെ പിക്ക് അകത്തിരിക്കുമ്പോൾ തന്നെ ഞാൻ തള്ളിക്കളഞ്ഞിട്ടതാണ്. കേരളത്തിനകത്ത് ഒരു ബഹുസ്വര സമൂഹത്തിൽ ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും മുസൽമാനും പരസ്പരം സാമ്പത്തിക ഉപരോധം നടത്തി ജീവിക്കാൻ സാധിക്കില്ല, അത് ചെയ്യരുത്. അത്തരത്തിൽ വ്യാപാര സ്ഥാപനങ്ങളെ തകർക്കുന്ന രീതി ശരിയല്ല, വികാരമല്ല വിവേകമാണ് നമ്മളെ നയിക്കേണ്ടതെന്ന് ബി ജെ പിക്ക് അകത്ത് നിൽക്കുമ്പോൾ പറഞ്ഞിട്ടുള്ള ആളാണ് ഞാൻ. അതും വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടുള്ള കാര്യമാണ്. ഞാൻ എന്നാൽ കഴിയാവുന്ന വിധം അതിനകത്ത് നിന്നുകൊണ്ട് തന്നെ പലപ്പോഴും ശബ്ദമുയർത്തിയിട്ടുണ്ട്. പലപ്പോഴും എൻ്റെ ശബ്ദം ദുർബലമായിരുന്നു, പുറത്തോട്ട് കേട്ടിട്ടില്ല. ഇപ്പോൾ അതിനകത്തുനിന്ന് പുറത്തു വരാൻ തീരുമാനിച്ചപ്പോൾ നിങ്ങൾക്കത് കൂടുതൽ നന്നായി കേൾക്കാൻ തുടങ്ങി എന്നുള്ളതാണ് വസ്തുത. എന്തായാലും